ദൈവസ്നേഹത്തിന്റെ മഹാവിസ്ഫോടനം നടക്കുന്ന തിരുമണിക്കൂർ. ദൈവം നമ്മുടെ ആത്മാവിൽ ആഴത്തിൽ ഇടപെടുന്ന നിമിഷങ്ങൾ. പുത്രൻ പിതാവിനെ അർപ്പിക്കുന്ന പരമമായ ആരാധനയും ഉദാശയിൽ പങ്കുചേർന്ന് ഒരു മനസ്സോടെ നമുക്ക് സിസ്റ്റർ ആനി കാവാലത്തിനായി പ്രാർത്ഥിക്കാം. Come
ജൂബിലി വർഷം സീനായി മലയിൽ വെച്ച് വർഷങ്ങളുടെ 7 സാപത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാപത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശദീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. രണ്ടാം വായന ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരു ആസ്വദിക്കണമേ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കുവാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. അന്ധകാരത്തിൽ നിന്നും പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് മിശിഹായുടെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. സന്യാസ ജീവിതത്തിൻ്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോഴും എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. ദൈവം നൽകിയ വിളിക്ക് പ്രത്യുത്തരം കൊടുത്ത് 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒത്തിരിയേറെ ദൈവാനുഗ്രഹത്തിൻ്റെ നാളുകളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നിത്യജീവിതം അതെല്ലാവർക്കുമുള്ള വിളിയാണ്. മാമോദീസായിലൂടെ ദൈവത്തിന്റെ പുത്രസ്ഥാനത്തേക്ക് മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന വിളിയാണ് നിത്യജീവിതത്തിലേക്കുള്ള വിളി. എന്നാൽ ഈ നിത്യജീവിതത്തിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വിളി കൂടി ദൈവം ചിലർക്ക് സവിശേഷമായ വിധത്തിൽ നൽകാറുണ്ട്.
ചൊരിഞ്ഞ് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൽ 25 വർഷം പൂർത്തിയാക്കുവാനായി റാണിനെ അനുഗ്രഹിച്ച ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് പ്രയർ ഡാൻസിനായി കുമാരി റിയ മേരി ജോസഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വിശിഷ്ട അതിഥികളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്ന ചടങ്ങാണ്. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും സമുന്നത വ്യക്തിയും പൗരോഹിത്യ ജീവിതത്തിൽ 45 വർഷം പിന്നിട്ട, ഇപ്പോൾ ഛത്തീസ്ഗഡിൽ വിശ്രമ ജീവിതമെന്ന തലക്കെട്ടോടുകൂടി വിശ്രമമില്ലാത്ത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളുടെ ഏതൊരു ആവശ്യത്തിനും നമ്മോടൊപ്പമുള്ള ശാന്തനും അഗാധ പാണ്ഡിത്യത്തിനുടമയുമായ നമ്മളുടെ അപ്പച്ചായനെ സ്വാഗതം നൽകുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ഈ ഇടവകയിൽ വികാരിമാരായി സേവനം ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട വൈദികരെ, ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന റാണിയുടെ മാതാപിതാക്കളെ, ഈ 25 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ റാണിയുമായി പരിചയപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക വ്യക്തികളും ഇവിടെ സജീവരായിട്ടുണ്ട്. പ്രത്യേകിച്ചും അവളെ സന്യാസ ജീവിതത്തിലേക്കും ദൈവവിളിയിലേക്കും ഒക്കെ വളരുവാൻ പ്രേരിപ്പിച്ചിട്ടുള്ള വളരെ വൈദികരും സിസ്റ്റേഴ്സും ഇവിടെയുണ്ട്. എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ജുബിലേറിയനായ റാണിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനുജത്തി എന്ന നിലയിൽ എൻ്റെ 1-2 ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് എനിക്ക് മഠത്തിൽ ചേരണമെന്ന ആഗ്രഹം അച്ഛനോടും അമ്മച്ചിയോടും പറഞ്ഞപ്പോൾ റാണിമ മറുപടി അച്ഛൻ പറയുകയുണ്ടായി, ഇപ്പം പ്രീ ഡിഗ്രി കൂടെ കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഒന്നും കൂടെ തീരുമാനമെടുക്കുവാൻ പക്വത വരുമല്ലോ എന്ന്. അതിന് മറുപടിയായി വളരെ ഉറച്ച സ്വരത്തിൽ റാണിമ പറയുകയുണ്ടായി, നിങ്ങൾ എന്നെ പിടിച്ചു നിർത്തിയാലും ഞാൻ നിൽക്കുകയില്ല എന്ന്. ആ ഉറച്ച തീരുമാനത്തിന് മുമ്പിൽ ഒന്നും പറയാനാകാതെ അച്ഛനും അമ്മച്ചിക്കും അടിയറവ് പറയേണ്ടി വന്നു. അങ്ങനെ റാണിമയുടെ സന്യാസ ജീവിതത്തിന് നാന്ദി കുറിച്ചു. അതുപോലെ തന്നെ ഇപ്പോഴും വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ക്ഷണിക്കുകയോ അതല്ല വീട്ടിൽ ഒരു ദിവസം കൂടെ നിന്നിട്ട് പോകാമെന്ന് നിർബന്ധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വിചാരണയെല്ലാം കേട്ട ശേഷം ഒരൊറ്റ വാചകത്തിൽ വിധി പറയുന്ന ഒരു ജഡ്ജിയുടെ ഗാംഭീര്യത്തോടെ റാണിമ മറുപടി പറയും, ഞാൻ പോയിരിക്കുന്നത് അതിനു വേണ്ടിയല്ല എന്ന്. ആ ഗാംഭീര്യത്തിനും ഉറച്ച മറുപടിക്ക് മുൻപിൽ പലപ്പോഴും എല്ലാ ചോദ്യോത്തര വേളകളും അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിശബ്ദത
മിസ്റ്റർ ജോബി ജേക്കബിനെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ റാണിയമ്മയുടെ ബാച്ച്മേറ്റ്സും നമ്മുടെ മഠത്തിലെ മുൻ മദറുമായ സിസ്റ്റർ ബ്ലസ്സി എസ്എച്ചിനെ സ്നേഹോപകാരം ഏറ്റുവാങ്ങുവാനായി ക്ഷണിക്കുന്നു. സ്നേഹോപകാരം സമർപ്പിക്കുവാൻ മിസ്റ്റർ അനീഷ് ടീപ്പനെയും ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ വികാരിയും ചാസിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറുമായ നമ്മുടെ റെവറൻഡ് ഫാദർ വർഗീസ് നമ്പിമഠത്തിലാണ്. നമ്മുടെ വികാരി അച്ഛൻ റെവറൻഡ് ഫാദർ വർഗീസ് നമ്പിമഠത്തിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ 25 വർഷക്കാലം സിസ്റ്റർ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തതിനെ നന്ദിയോടെ ഓർക്കാം. ഇപ്പോഴും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവസന്നിധി ഏറ്റവും മഹത്വമുള്ളതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം സിസ്റ്ററിനെയും അതോടൊപ്പം തന്നെ ബേബിച്ചായനെയും ഗ്രീസന്മാനെയും അവരുടെ മക്കളെ എല്ലാവരെയും ദൈവത്തിന് മുമ്പിൽ അനുഗ്രഹപൂർവ്വമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ല ആശംസ. റാണിക അംഗമായിരിക്കുന്ന തിരുഹൃദയ സന്യാസിനി സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ മഠത്തിലെ മുൻ മദറും ഇപ്പോൾ മാമ്പഴക്കരി മഠത്തിലെ മദറുമായ സ്വതസിദ്ധമായ ഒരു കുസൃതി ചിരിയോടുകൂടെ നമ്മളിൽ പലർക്കും തന്നെ പരിചിതയുമായ സിസ്റ്റർ മരിയ മാത്യു എസ്എച്ചിനെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയരായ ബഹുമാനപ്പെട്ട വൈദികരെ, ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ആനി സിസ്റ്റർ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ കോപ്പുകൈ. ദൈവം സമൃദ്ധമായിട്ട് നിത്യതയിൽ എത്തുന്നവരെ കാത്തു സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അനേക ആത്മാക്കളെ കർത്താവിനായി നേടിത്തരാൻ വിശിഷ്ട ജീവിതം ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വളരെയേറെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളുടെ ഏതൊരു കാര്യത്തിനും ഓടിയെത്തുന്ന നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി സുനി വർഗീസിനെ ആശംസകൾ അർപ്പിക്കാനായി സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛന്മാർ, നമ്മുടെ യൂബിലി ആഘോഷിക്കുന്ന റാണിയമ്മ, പ്രിയപ്പെട്ട ബേബിച്ചായൻ, ഗ്രേസിയാൻറ്റി, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരങ്ങൾ, നമ്മൾ എല്ലാവരും പറഞ്ഞ് കഴിഞ്ഞു. 25 വർഷമായി സിസ്റ്ററായിട്ട് അതിൻ്റെ ജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ട റാണിമയ്ക്ക് എല്ലാവിധ ആശംസയും നേരുന്നു. ആ സീമയ അച്ഛമ്മ സീമയ സഭയോടും SH കോൺഗ്രിഗേഷനോടുമുള്ള നന്ദി കടപ്പാടും ഈ അവസരം അറിയിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. അതുപോലെ കാവാലം ഫാമിലിക്കും പ്രിയപ്പെട്ട റാണിമയ്ക്കും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും അതുപോലെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് ദൈവവിളികളാൽ സമർത്ഥമായ നമ്മുടെ വള്ളഞ്ചിറയുടെ സമർപ്പിതരെയും പുരോഹിതരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മളുടെ ഇടവകയിൽ തന്നെ ജനിച്ചു വളർന്ന് പുരോഹിതനായി സഭയിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന, സഭാചരിത്രത്തിൽ ഡോക്ടറേറ്റും എടുത്തിരിക്കുന്ന, നമുക്ക് ഏവർക്കും പരിചിതനും ഏതൊരു പരിപാടികൾക്കും ഓടിയെത്തുകയും ചെയ്യുന്ന നമ്മളൊക്കെ
ക്ഷണിച്ചുകൊള്ളുന്നു. സന്യാസത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന റാണി സിസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സമ്പന്നമായ ഇടവകയാണ് എന്നാണ്. ഒരു ബിഷപ്പ് കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ഇടവക സഭാ ചരിത്രത്തിൽ തന്നെ വിലപ്പെട്ട ഒരു സ്ഥാനം ഇടവകയാണ്. അതുകൊണ്ട് ഞാൻ ദേവശാനും സമയാൻ്റെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. കുടുംബാംഗങ്ങളെ എല്ലാവരും ഞങ്ങളോട് ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിനും ഇടവകയ്ക്കും സഭയ്ക്കും സമുദായത്തിനും നൽകിയിട്ടുള്ള നിരവധിയായ നന്മകളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ കാണുന്നതിക്ക് എല്ലാ ആശംസകളും. റാണിമയുടെ കുഞ്ഞുനാളിൽ വിശ്വാസ പരിശീലനത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകിയ മതാധ്യാപകനായിരുന്ന ജിജി സാറിനെ ഏറ്റവും വലിയ സ്നേഹത്തോടെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളഞ്ചേരിയുടെ ഗാനഗന്ധർവൊന്നുമല്ല. ഞാൻ നിങ്ങളെ പോലെ വലിയ ഒരു ഇടവക്കാരെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കൂടെ പഠിച്ച റാണിക്ക് വേണ്ടി ഒരു ചെടിയെ കാണും. ജീവിതത്തിലെ സന്യാസ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വെല്ലുവിളികളെയും എല്ലാം നേരിട്ടുകൊണ്ട് ഇന്ന് ജൂബിലി വർഷം വരെ പ്രിയപ്പെട്ട റാണിയെത്തി നിൽക്കുന്നുവെങ്കിൽ ഞങ്ങളതിന് നന്ദി പറയുന്നത് പരമകാരുണികനായ ദൈവത്തോടും മാത്രമാണ്. അടുത്തതായി നമ്മളെല്ലാവരും റാണിയെ കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇനിയും റാണിമ നമ്മളെക്കുറിച്ച് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വാക്കുകൾക്കായി കാതോർക്കാം. എപ്പോഴും സന്തോഷത്തോടു കൂടിയായിരുന്നു ഇടവിടാതെ പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ എനിക്ക് മുമ്പേ പോയിട്ടുള്ള സാക്ഷികളുടെ വഴിസമൂഹത്തെ മാതൃകയാക്കിക്കൊണ്ട് എനിക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കുവാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എന്നോടൊപ്പം എന്നും ഉണ്ടാകുമല്ലോ. ജീവിത വ്യക്തതകളിൽപ്പെട്ട് ഓടിയല്ലാതെ ജാഗ്രതയോടെ കർത്താവിനെ തേടുവാനും ജീവിതത്തിന്റെ എല്ലാ ഗതിവിധികളിലും ഹൃദയശാന്തതയോടെ വ്യാപരിക്കുവാനും സദാ ദൈവഹിതം ആരാധനുവർത്തിച്ച വിശ്വനാഥനെ പോലെ എന്നും എപ്പോഴും ദൈവഹിതത്തിന് വിധേയപ്പെടുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ വീഴ്ചകൾക്ക് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥനകൾ യാചിക്കുന്നു. എന്നെ ക്ഷമാപൂർവ്വം ശ്രമിക്കുവാൻ ഇവിടെ ആയിരുന്ന ഓരോരുത്തർക്കും ഇന്നത്തെ പരിപാടികൾ ഏറെ കൃത്യമാക്കുവാനും കന്യാധ്വാനം ചെയ്ത ഏവർക്കും പ്രത്യേകിച്ച് പുനലൂർ ഇടവകയിൽ നിന്നും ആര്യങ്കാവിൽ നിന്നും എത്തിച്ചേർന്ന എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. അടുത്തതായി റാണിമയ്ക്ക് ഒരു ജൂബിലി ഗാനവുമായി എത്തുന്നു റിയ മേരി ജോസഫും അമ്മക്കിളികളും. Jubilee.